ആറാം നാൾ തകർന്ന 6 കോടി രൂപയുടെ റോഡ് കരാറുകാരൻ സ്വന്തം ചെലവിൽ റിപ്പയർ ചെയ്തു തുടങ്ങി. കോഴിക്കോട് കൂളിമാട് എരഞ്ഞിമാവ് റോഡാണ് റിപ്പോർട്ടർ TV വാർത്തയെ തുടർന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം റിപ്പയർ ചെയ്യുന്നത്. എന്നാൽ പുതിയ റോഡിൽ കുഴികളടയ്ക്കുന്നത് കണ്ടം വെച്ച കോട്ട് പോലെയാണെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. തകർന്നുപോയ പുതിയ റോഡിന്റെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയാണ് റിപ്പയർ ചെയ്യുന്നത്. 6 കിലോമീറ്ററിൽ 110 മീറ്റർ ദൂരമാണ് ഇങ്ങനെ പൊളിച്ചുമാറ്റി വീണ്ടും ടാർ ചെയ്യുക. പഴയ റോഡിന്റെ ഉപരിതലം വൃത്തിയാക്കാതെ ടാറിംഗ് നടത്തിയതാണ് റോഡ് തകരാൻ കാരണമെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. 6 ദിവസം കൊണ്ട് 110 മീറ്റർ റോഡ് തകർന്നതിനാൽ ബാക്കി ഭാഗങ്ങളും തകരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആരോപണം. പാച്ച് വർക്ക് നടത്തിയ ഒരു റോഡാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. ശരിക്കും നമ്മൾ വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് ഒരു 6 കോടിയുടെ ഒരു ബിഗ് പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പം ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കണ്ടം വെച്ച കോട്ട് പോലെയുള്ള ഒരു റോഡാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. 8 സെൻറ്റിമീറ്റർ വേണ്ടടുത്ത് തുച്ഛമായ 3, 4, 5 സെൻറ്റിമീറ്ററൊക്കെ അവർ തന്നെ അളന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ സാധാരണ ഇതിൽ 8 സെൻറ്റിമീറ്ററിൽ ഇനി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക. കാരണം പല സ്ഥലത്തും പല തിക്നെസ്സിലാണ് ഇനി റോഡ് വരാൻ പോകുന്നത്. ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്, കൃത്യമായ പരിശോധന നടത്തി തിക്നെസ് തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായ അളവിൽ തന്നെ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. PWD വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ഉൾപ്പെടെ മറച്ചു വെച്ചിട്ടാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ TV വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രി ഇടപെട്ട് കരാറുകാരനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.